ശിശുപരിപാലനത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ ചിലപ്പോൾ എല്ലാവർക്കും പ്രയോജനമായിരിക്കും തോന്നുന്നു. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ചൈൽഡ് ലേബറിനെ എങ്ങനെ വിശദീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഒന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളും വായിച്ചു, ഞാനും വായിക്കാം. കുട്ടികളുടെ ബാല്യവും കഴിവുകളും അന്തസ്സും നഷ്ടപ്പെടുത്തുന്നതും ശാരീരികവും മാനസികവുമായ വികാസത്തിന് ഹാനികരവുമായ ജോലി എന്നാണ് ILO ബാലവേലയെ നിർവചിക്കുന്നത്. മാനസികമായും ശാരീരികമായും സാമൂഹികമായും ധാർമ്മികമായും അപകടകരവും കുട്ടികൾക്ക് ഹാനികരവുമായ ജോലി ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൻ്റെ അർത്ഥം മനസ്സിലായി വായിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിക്കാം. കാരണം നമ്മളിത് ചെയ്യുന്നോ ഇല്ലയോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട് പലപ്പോഴും. കുട്ടികളുടെ പ്രായത്തെയും ജോലിയുടെ തരത്തെയും ആശ്രയിച്ച് കുറഞ്ഞ മണിക്കൂറുകൾ കവിയുന്ന ജോലി അത് കുട്ടിയുടെ ശാരീരികമോ മാനസികമോ വൈകാരികമായ വികാസത്തിന് ഹാനികരമായേക്കാം എന്ന് UNICEF ബാലവേലയെ വിശേഷിപ്പിക്കുന്നു. കുറഞ്ഞ തൊഴിൽ പ്രായം 15 അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിൽ 14 നിശ്ചയിക്കുകയും 18 വയസ്സിന് താഴെയുള്ളവർക്കാർക്കും അപകടകരമായ ജോലി നിരോധിക്കുകയും ചെയ്തു. ഈ 15-14 എന്ന് പറഞ്ഞാൽ കൂലിക്ക് ജോലി ചെയ്യുന്നതിനെ കുറിച്ചല്ല, അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി പഠിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സാമ്പത്തിക ചൂഷണത്തിൽ നിന്നും അപകടകരമായ ജോലിയിൽ നിന്നും സംരക്ഷിക്കപ്പെടാനുള്ള കുട്ടികളുടെ അവകാശം അംഗീകരിക്കുന്നു. ഇത് വളരെ ശ്രദ്ധേയമാണ്. സാമ്പത്തിക ചൂഷണം എനിക്ക് മനസ്സിലായതേ പറയാം, നിങ്ങൾക്ക് അതങ്ങനെ മനസ്സിലാവണമെന്ന് നിർബന്ധമുണ്ട്. ഒരു ബേബി സിറ്റിംഗ് ഒഴിവാക്കിയിട്ട് 10-12 വയസ്സുള്ള ഒരു കുട്ടിയെ, ഇളയ കുട്ടിയെ ഏൽപ്പിച്ച് ഞാനും പോയിട്ടുണ്ട്. പക്ഷെ ആ പണം ധൂർത്തിന് ഉപയോഗിച്ചാൽ ഈ പറഞ്ഞ സാമ്പത്തിക ചൂഷണത്തിൽ പെടുത്തേണ്ടി വരും. സാമ്പത്തികമില്ലാത്തവരെ കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആശയം അവസാനം മനസ്സിലാവുമായിരിക്കും. വളരെ വ്യക്തമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ആ പണം ധൂർത്തിന് ഉപയോഗിച്ചാൽ അതിനെ ചൂഷണം എന്ന് പറയേണ്ടി വരും. നീ വേദപുസ്തകം വായിച്ച് പറയേണ്ടവനല്ലയോ, അതാ ലോക നിയമം പഠിപ്പിക്കാണ്ടിരിക്കുക. ലോകത്തിന്റെ നിയമം ഇതാണ്: കുട്ടികളെ നന്നായി വളർത്താൻ വേണ്ടി. അതിലും നല്ലതായിരിക്കും ക്രിസ്തീയ നിയമമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. മക്കളെ കോപിപ്പിക്കരുതെന്ന് പ്രത്യേക വചനം ഓർപ്പിക്കുന്നു. കുട്ടികൾ അനുസരിക്കേണ്ടവരാണെന്ന് വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതലാണ് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചുള്ള ഒരു വാക്യം അത് തന്നെയാണ്. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വളരെ ശ്രദ്ധിച്ച് കേൾക്കാം. നമ്മൾ പലരും അതിവിദഗ്ധരായ മാതാപിതാക്കൾക്ക് വളർന്നവരൊന്നുമല്ല. പലവിധമായ ജീവിത സാഹചര്യങ്ങൾ വളർന്നു വന്നവരാണ്. വളരെ എളുപ്പം പറയുന്നൊരു വസ്തുതയുണ്ട്. പെന്തക്കോസ്ത് വിശ്വാസത്തിലുള്ള ശുശ്രൂഷകന്മാരുടെ മക്കൾ ഏറ്റവും അവഗണിക്കപ്പെട്ടിട്ടുള്ളവരാണ്. കാരണം അവരെ മാതാപിതാക്കൾക്ക് അവരെ നോക്കാൻ സമയം ഉണ്ടാകത്തില്ല, വേറെ ലോകത്ത് ആരും അവരെ നോക്കത്തുമില്ല. ഇങ്ങനെ വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് ഒരു സാധാരണ പൗരൻ ഉണ്ടായിരിക്കേണ്ട മാനസിക ആരോഗ്യം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ന്യായമായിട്ടും ഉണ്ടാകത്തില്ല. ഇനി ഓരോന്നും ഓരോ വസ്തുതകളും ഓരോരുത്തരും മുഖവിലേക്ക് എടുക്കുന്നതും അതിൽ നിന്ന് അവര് ഉൾക്കൊള്ളുന്ന പാഠവും വ്യത്യസ്തമാണ്. ഞാൻ എൻ്റെ അനുഭൂതി എന്ന് പറയാം. എൻ്റെ ഓർമ്മയിൽ അറിവുള്ള കാലത്ത് ഒരിക്കലും എൻ്റെ അപ്പനും അമ്മയും തമ്മിൽ അങ്ങോട്ടും ആർഗ്യുമെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു തവണ പപ്പ, പിതാവെന്നൊക്കെ വേണം ശാസ്ത്രീയമായിട്ട് പറയണം, അല്ല, പപ്പ അമ്മയെ ഉപദ്രവിക്കുന്നു പറഞ്ഞാൽ ഒത്തിരി ഒന്നുമല്ല, ഒരു തവണ ഉപദ്രവിച്ചു. ഒരു അടി കൊടുക്കാൻ ഇങ്ങനെ കൈ ഓങ്ങി. ഞാനും പപ്പായും തമ്മിൽ ആ സമയത്തൊരു തർക്കം ഉണ്ടാകുന്ന സാഹചര്യത്തിലോട്ടെത്തി.
അന്നത്തോടെ അത് അവസാനിച്ചു. പിന്നെ ഒരിക്കലും അങ്ങനെ സംഗതി എൻ്റെ അറിവിലുണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ അതിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ ഒരിക്കലും ആരോഗ്യമില്ലാത്ത ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ദേഹോപദ്രവം ചെയ്യുന്നതാണ്. ഇത് ഇതുപോലെ എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല. മറ്റൊരു വിധത്തിലായിരിക്കാം മറ്റൊരാൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത്. ഞാൻ ഈ ഉൾക്കൊണ്ടത് തന്നെ ശരിയാണെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. ചിലപ്പം ഒന്ന് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കാം, അറിയില്ല. ഞാൻ രണ്ട് പോസിബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്ന കേട്ടോ. അല്ല പെണ്ണുപിള്ളെ ചെന്ന് അടിക്കാനൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞ് പഠിപ്പിച്ചു വിടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ ഒരു വസ്തുതയെ അനുഭവിക്കുമ്പോൾ അവരതിനെ അനുഭവിക്കുകയും അതിൽ നിന്ന് അവരിൽ വരുന്ന രൂപാന്തരവും പല വിധത്തിലായിരിക്കും. ഇതാണ് പറഞ്ഞതിന്റെ സാരം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാല്യത്തിലൊക്കെ നമുക്ക് രൂപപ്പെട്ട ഒരു സ്വഭാവമുണ്ട്. ഈ സ്വഭാവം ആരോഗ്യകരമായ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, നമ്മൾ ജീവിച്ച കാലഘട്ടത്തിലല്ല ഇന്ന് നമ്മളായിരിക്കുന്നത്. ഒത്തിരി വ്യത്യാസമുണ്ട് ആ കാലത്തിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ എൻ്റെ ബാല്യത്തിൽ കുട്ടികൾക്ക് നിരീക്ഷണത്തിൽ പഠിക്കാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ഏതെങ്കിലും ഒരു വീടെടുത്തു, വീട്ടിലോട്ട് ആ കുട്ടികൾ നോക്കിയിരിക്കുമ്പോൾ ഒരാൾ കയറി വരുമ്പോൾ മുതിർന്നയാൾ ഇരിക്കുകയും മറ്റേയാൾ എഴുന്നേൽക്കുകയും ചെയ്യണം എന്നുള്ള ഒരു വസ്തുത ഇന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വല്ല വഴിയുണ്ടോ? ഇവിടെ ഇല്ല. എന്നാൽ നാട്ടിൽ നമ്മൾ വളർന്ന സമയത്ത് നമുക്കുണ്ടായിരുന്നു. നമ്മുടെ വീടുകളിലുണ്ടായിരുന്നു, നമ്മുടെ അയൽപക്കത്തെ വീടുകളിലുണ്ടായിരുന്നു, നമ്മൾ പോകുന്ന വീടുകളിലുണ്ടായിരുന്നു, എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. ഇന്നങ്ങനെ ഒരു സമ്പ്രദായമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വളർന്ന കാലഘട്ടത്തിലല്ല ഇന്ന് നമ്മൾ കുട്ടികളെ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പ്രാപ്തരല്ല എന്നുള്ളൊരു ബോധ്യമെങ്കിലും നമുക്കുണ്ടായിരിക്കണം. ഇനി നമ്മുടെ വളർച്ചയിൽ എവിടെയെങ്കിലും നമുക്ക് മാനസികമായ ക്ഷതമുണ്ടായിട്ട് നാം മറ്റൊരു വ്യക്തിയായിട്ട് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മറ്റൊരു വ്യക്തി എന്താണെന്ന് ഞാൻ വിശദമാക്കാം, ഉണ്ടെങ്കിൽ നമ്മൾ വളർത്താൻ പോകുന്നത് മാനസികമോ ശാരീരികമോ ഒക്കെ ആരോഗ്യമില്ലാത്ത ചില കുട്ടികളെ ആയിരിക്കാം. അതെന്താണെന്ന് ഞാൻ പറയാം. ഒന്ന് രണ്ട് സന്ദർഭം പറയുമ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയേണ്ടി വരുന്നതിൽ ക്ഷമിക്കണം. കാര്യം നിങ്ങളുടെ സദാചാരബോധം ഒത്തിരി കൂടുതലായി. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കേട്ട ചില വസ്തുക്കൾ വെച്ച് നോക്കിയാൽ മലയാളികളുടെ സദാചാരബോധം ഞാൻ അത് ഓർത്ത് ലജ്ജിക്കുന്നു. ഒരു പുരുഷൻ അവന്റെ വ്യക്തിപരമായ ബന്ധത്തിൽ ആദ്യം പരിചയപ്പെടുന്ന സ്ത്രീ വിശ്വസ്തയല്ലെങ്കിൽ അവൻ സംശയരോഗിയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഒരു പുരുഷൻ അവന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ എവിടെ വെച്ചെങ്കിലും വ്യക്തിപരമായി അടുത്ത് പെരുമാറുന്ന ഒരു സ്ത്രീ വിശ്വസ്തയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ കുടുംബ ബന്ധത്തിൽ വിശ്വസ്തയല്ലെങ്കിൽ ഈ പുരുഷൻ സംശയരോഗിയായി മാറാനുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ്. ഇനി ഞാൻ വീണ്ടും പഴയ സംഗതിയിലോട്ട് വരാം. ഇങ്ങനെ മാറ്റം വന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെന്നിരിക്കെ നിങ്ങൾക്ക് നല്ലൊരു കുടുംബമെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ഇത്തരം തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ തിരിച്ചറിവുണ്ടാവും, പ്രത്യേകിച്ച് വേദവസ്തം വായിച്ചാൽ മതി കേട്ടോ. ഞാൻ മറ്റൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകട്ടോ. ഞാൻ ഈ സംഗതി പരമാവധി ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യാമെന്നുള്ള എൻ്റെ ഒരു പ്രതീക്ഷയുണ്ട്. നോക്കട്ടെ. നമ്മുടെ ജൂബിൻ വണ്ടി ഓടിച്ച് വന്ന് അജുവിനെ കാത്തു നിൽക്കുക. അജു വെളിയിലോട്ട് ഡ്രസ് ചെയ്ത് ഇറങ്ങി വരാൻ നേരം റൂംമേറ്റ് മോരുകറി എടുത്തോണ്ട് വന്ന് രണ്ടുപേരും കൂടെ കൂട്ടിയിടിച്ച് എന്ത് സംഭവിച്ചെന്ന് പറയണ്ടല്ലോ. അജു വെളിയിലോട്ട് ഇറങ്ങുമായിരുന്നു. ജുബിൻ താഴെ വന്നിട്ട് വിളിച്ചതാണ്. ഇനി അജു ചെയ്യാൻ പോകുന്ന എന്തൊക്കെയായിരിക്കും? ഡ്രസ്സ് മാറുമോ? എല്ലാവർക്കും അറിയും. വേറെ എന്തെങ്കിലും ചെയ്യും? ലേറ്റ് ആവുമെന്നൊന്ന് വിളിച്ചു പറയുമെന്ന്. പ്രൈസലോ ദൈവത്തിന് സാർ. ഇനി ഞാൻ മറ്റൊരു സാഹചര്യം. ജൂബിൻ ഒരു മാനേജറായി ആവും കണ്ടോ മിക്കവാറും.
ജൂബിനൊരു ഡ്രൈവർ നമ്മുടെ അയൽ രാജ്യത്തുള്ളതാണ്. അയൽവാസ ചെറിയ രാജ്യം, ഇപ്പൊ യുദ്ധത്തിലില്ലാത്ത രാജ്യം. ഇയാൾ വന്ന് അവിടെ വെയിറ്റ് ചെയ്യുക. ഇതേപോലെ കൊച്ചിനൊരു ചെറിയ അസ്വസ്ഥത, അപ്പൊ ജൂബിനൊരു ഇച്ചിരി താമസിക്കേണ്ടി വന്നു. ജൂബിൻ എന്തോ ചെയ്യും? ജൂബിനായിട്ട് വിളിച്ച് പറയും, നിങ്ങൾ പറയും, ഞാൻ അങ്ങ് സമ്മതിക്കാം. പക്ഷെ മാനേജരൊക്കെ ആകുമ്പോൾ എന്താവുമെന്ന് കണ്ടറിയണം. ഇനി ഇതിന് പകരം മൊത്തം ആൾക്കാരെ അങ്ങ് മാറ്റാം. തൊട്ട് മുമ്പ് വന്ന ഡ്രൈവറെ അതുപോലെ നിർത്താം. ഈ നാട്ടുകാരൻ ഒരു അരഗന്റ് ഭയങ്കര പണക്കാരൻ, ഡ്രൈവർ വന്ന് വെയിറ്റ് ചെയ്യുന്നു. ഈ മുതലാളി എന്തോ ചെയ്യും? ഒന്നും ചെയ്യത്തില്ല, അവന് ഇഷ്ടമുള്ള പറഞ്ഞു വരും. ആണോ? ദൈവത്തിന് സ്വാഗതം. 3 വ്യത്യസ്ത സ്വഭാവങ്ങളെ കാണിക്കാനാണ് വിളിച്ചു പറയും ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇതെന്തിനാ പറഞ്ഞെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഇനി വേറൊരു സംഭവം പറയാം. റോയ് ഒരു ദിവസം എന്നെ വീട്ടിൽ വിളിച്ചു ചോദിച്ചു, ഭക്ഷണം കഴിക്കണം, വരണം എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരോട് ആലോചിച്ചിട്ട് എനിക്ക് ഇവനെന്തോ പറഞ്ഞു വരുന്നൊരു പിടിയും കിട്ടത്തില്ലല്ലേ. എനിക്കിഷ്ടം കഞ്ഞിയും കപ്പയാണെന്നുള്ളതുകൊണ്ട് അവർ കഞ്ഞിയും കപ്പയും വെച്ചു. ഇതിനിടയ്ക്ക് റോയ് പറഞ്ഞ്, ഇന്നൊരു ബോണസും കിട്ടിയതാണ്, പാസ്റ്റർ വന്നിട്ട് പോയിട്ട് നമുക്ക് പുറത്തോട്ട് പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു പിള്ളേരോട്. സമയമായപ്പോൾ ഞാൻ വിളിച്ചത്, റോയ് എൻ്റെ കാല് വയ്യ, തീരെ വയ്യ, ഞാൻ വരുന്നില്ല. റോയ് ഡിക്ലെയർ ചെയ്തു, ഈ ഭക്ഷണം കളയാനൊക്കത്തില്ല, നമുക്ക് കഴിച്ചു തീർത്തേ. പിള്ളേരെ അനുഗ്രഹം എനിക്കുണ്ടേ, ഉറപ്പാണേ. നല്ല തകർപ്പനൊരു കോഴിക്കാല കപ്പയിലോട്ട് മാറിയെന്ന് നോക്കും. ദൈവത്തിന് സ്തോത്രം. ഭക്ഷണം സ്തോത്രത്തോടെ കഴിക്കാൻ നിങ്ങളെ ആരാ പഠിപ്പിച്ചത്? അപ്പനും പഠിപ്പിച്ച, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ സമൂഹമൊക്കെ പഠിപ്പിച്ചത്? വേദോസം പഠിപ്പിച്ചിട്ടുണ്ടോ? സ്തോത്രം പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേദോസം പഠിപ്പിച്ചിട്ടുണ്ടോ? എനിക്കറിയാം, ഈ ഇച്ചിരി മുതിർന്ന വിശ്വാസികളൊക്കെ ഉള്ള സമൂഹത്തിലൊക്കെ ഒരു ടേബിളിലിരുന്ന് ഭക്ഷണം ഒരാൾ സ്തോത്രം പറയുന്നതിന് മുമ്പ് കഴിച്ചു പോയാൽ അവനൊരു 3 ദിവസത്തേക്ക് പിന്നെ കണ്ണു തുറക്കണ്ട. എന്ന് പറഞ്ഞാൽ ഭൂലോക പാപം ചെയ്തൊരു മനുഷ്യനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും അതുപോലെ ട്രീറ്റ് ചെയ്യാൻ പോകും. എന്നാൽ സ്തോത്രം പറഞ്ഞേച്ച് ഈ ബാക്കി ഈ പരിഹസിക്കുന്ന മുഴുവൻ പേരും മുഴുവൻ സാധനം കിണ്ടിക്കളച്ചിട്ടേച്ച് പോകുന്നതാണ്. കാക്ക അധിക ഭക്ഷണം കണ്ട എന്ത് ചെയ്യുന്നുള്ളത് പോലെ ഉള്ള പരിപാടി കാണിച്ചേച്ച് പോകും. എന്നാലും കളിയാക്കുന്ന ആരെയാ? ആദ്യം തന്നെ ഇച്ചിരി വിശപ്പ് കൂടിയാണ്. ദൈവം പറഞ്ഞേക്കുന്നത് എന്താന്ന് വല്ല ബോധമുണ്ടോ നമുക്ക്? ഇനി സ്തോത്രം പറയാൻ നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇതിനു മുമ്പേ സ്തോത്രം പറയാനൊന്നും പറഞ്ഞിട്ടില്ല. ഇത് വന്ന വഴി ഏതാണെന്ന് എൻ്റെ ഒരു ആലോചനയിൽ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാം. ഈ കൊരിന്ത്യ ലേഖനത്തിൽ വന്നപ്പോൾ വിഗ്രഹാർപ്പണത്തെക്കുറിച്ച് വലിയൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പൗലോസ് അതിനെക്കുറിച്ച് ഒന്നിലധികം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ വിഗ്രഹാർപ്പിതം കഴിച്ച അതിൻ്റെ കൂടെ പിശാച് അകത്ത് കയറും എന്നുള്ളൊരു തോന്നൽ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ ഏതെങ്കിലും റേഷൻ കടയുടെ സ്റ്റോറിൽ ഈ ചാക്കൊക്കെ വെച്ചേക്കുന്നതിൻ്റെ ഒരറ്റത്തോട്ടൊരു പടവും കൊണ്ടുവച്ചേച്ച് 2 വർത്തമാനവും പറഞ്ഞേച്ച് പോയാൽ നമ്മുടെ എല്ലാം വീട്ടിൽ ഇത് കയറാൻ പോവാം. പക്ഷേ ഇതിന് പരിഹാരം പറഞ്ഞേക്കുന്നത് എന്താ അറിയാം? കഴിക്കുന്നതിന് മുമ്പ് എന്തായാലും എന്ത് ചെയ്യണം? ഒരു സ്തോത്രമെങ്കിലും പറഞ്ഞിരിക്കണം. ഈ ഭയമാണ് ഇന്ന് നമ്മളെ ഇതിനായിട്ട് കൊണ്ടു നടക്കുന്നത്. പക്ഷെ ദൈവം ആദ്യമേ അവരോട് പറഞ്ഞത് എന്താണെന്നറിയാം? ഇസ്രായേൽ മക്കളോട് ആദ്യം പറഞ്ഞത്, നിങ്ങൾ കഴിച്ചിട്ട് തൃപ്തിയായിട്ട് സ്തോത്രം പറയാം. നന്ദിയുള്ളവനെ പറയാനോ? ഒരു ദിവസം വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് വണ്ണുമ്പോൾ ഇഷ്ടപ്പെടാത്ത കഞ്ഞിയും പയറും ഉണ്ടാക്കി വെച്ചേക്കുന്നെങ്കിൽ കുടിച്ചേച്ച് സ്തോത്രം വല്ലതും പറയൂ? തൃപ്തിയായില്ല. നമുക്കില്ല, കടിച്ചാൽ മുറിയെന്ന് വേണം. അന്ന് സ്തോത്രമില്ല ആർക്ക്? അപ്പൊ സ്തോത്രം ആർക്കാ കൊടുത്തോണ്ടിരുന്നേ?
ദൈവത്തിന് സ്വന്തം. ആവർത്തനം 8:10. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. മതി. ഭക്ഷിക്കുന്നതിന് മുമ്പാണോ? അല്ല, അതിന് ശേഷമാണ് സ്തോത്രം പറയാൻ പറഞ്ഞത്. ഭക്ഷണത്തോട് നന്ദിയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തിൽ ഒരിച്ചിരി നിർബന്ധം കാണിക്കുന്നത്. പറഞ്ഞാൽ ഈ സംഗതിയോട് നമുക്ക് നന്ദി നമ്മുടെ സ്വഭാവത്തിലുണ്ടായിരിക്കാൻ വേണ്ട. ഈ അടുത്ത സമയത്ത് ഇവിടെ നിന്ന് ബാക്കി വന്ന ഭക്ഷണം ഓരോരുത്തരും കൊണ്ടുപോകാറുണ്ടായിരുന്നു. എനിക്കതിനെക്കുറിച്ച് ബലമായ സംശയം ഉണ്ടായി, അതിൻ്റെ അന്തം എന്താകുമെന്ന്. അപ്പോൾ ഞാൻ ഒരാഴ്ച ഒരു വിശദമായ അന്വേഷണം നടത്തിയുണ്ട്. പലരും പ്രയാസപ്പെട്ട് 2 ദിവസം വെച്ചിരുന്ന് 2ാമത്തെ ദിവസമൊക്കെ എടുത്ത് കഴിച്ചവരുണ്ട്. എന്നാൽ ചിലർക്ക് ലോട്ടറി അടിച്ചവരുമുണ്ട്. ഒന്നുമില്ലാതെ വന്നപ്പോഴത്തേക്ക് കൃത്യമായിട്ടൊരു സാധനം കഴിക്കാൻ കിട്ടിയവരും. പക്ഷെ നമ്മൾ ഈ സംഗതി പരമാവധി ഒഴിവാക്കണം. ഞാൻ ഈ വഴിക്ക് ഇനി പോകേണ്ടി വരരുത്. ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 10:30 വായിച്ചു. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, സ്തോത്രം ചെയ്തിട്ട് കഴിക്കണം എന്നുള്ളൊരു സംഗതി വരാനുള്ള ഒരേ ഒരു ഭാഗം ഇത് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഭക്ഷണത്തിന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ ഇത്രയും പാടുപെട്ട 2 കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, ഭക്ഷണത്തോട് നമുക്ക് സ്വഭാവത്തിലൊരു ബഹുമാനം എല്ലാ കാലത്തും ഉണ്ടായിരിക്കണം. അതിനാണ് ഞാൻ വഴി നിൽക്കുന്ന ജൂബിനെയും ഡ്രൈവറെയൊക്കെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് വേണ്ടി ആര് എവിടെ എന്തൊരുക്കുന്നു അതിനോട് നമുക്കൊരു ബഹുമാനം ഉണ്ടായിരിക്കും. അത് നമ്മൾ ആ വ്യക്തിയോടും ആ വ്യക്തിയിലൂടെ ദൈവം നമുക്ക് എത്തിച്ചു തരുന്ന ഭക്ഷണത്തോടും ഒക്കെ കാണിക്കുന്ന മര്യാദയും ബഹുമാനവും ഒക്കെയാണ്. ദൈവത്തിന് സ്വാഗതം. നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഭക്ഷണത്തോടുള്ള ബഹുമാനം. അത് ദൈവത്താൽ മാത്രമേ നമ്മുടെ മുമ്പിൽ എത്തൂ എന്ന് മാത്രമല്ല, ദൈവത്താൽ മാത്രമേ നമുക്കത് കഴിക്കാനും പറ്റൂ എന്നുള്ളത് മനസ്സിലാക്കണം. ഇന്ന് ഒരു 2 ഐറ്റം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പോസിറ്റീവ് അടിച്ച് തന്നാൽ പിന്നെ കഴിപ്പ് തീർന്നു. അതോടെ അത് ഇച്ചിരി കൂടുതലാണെങ്കിൽ പിന്നെ നോക്കുകയും വേണ്ട. മറ്റുള്ളവരെ വെള്ളത്തിലാക്കാതിരിക്കാൻ വേണ്ടി എങ്കിലും ഇവർ പറയുന്ന പഥ്യം നോക്കിയാവും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന് സ്തോത്രം. ഒരു സ്തോത്രം പറയുന്നതല്ല കാര്യം, മറിച്ച് നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കേണ്ട ദൈവത്തോടുള്ള നന്ദിയാണ് കാര്യം. ഇനി കലാശത്തിലോട്ട് പോവാം. ആവർത്തനം 8:2-3 വാക്യം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അപ്പോ ഒന്ന്, നമ്മൾ നന്ദിയുള്ളവരായി പഴയ കാര്യങ്ങൾ ഓർക്കണം എന്നുള്ളതാണ് അതിന്റെ ആ ഭാഗം. അടുത്ത വാക്യം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശ്വസിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. മതി, വിശദമായിട്ട് മനസ്സിലാക്കുക. അവൻ നിന്നെ താഴ്ത്തി, നിന്നെ വിശപ്പിച്ചു. 2 ശരിയാണേ. വേണമെങ്കിൽ 10 വ്യാഖ്യാനം എടുത്ത് നോക്കിക്കോ. നിന്നെ താഴ്ത്തി, നിന്നെ വിശപ്പിച്ചു. മക്കള് വിശന്ന് കാണാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും അപ്പനും അമ്മയും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ പറ. അവര് വിശന്ന് അറിഞ്ഞ് നിൽക്കുന്നത് കാണാൻ താല്പര്യമുള്ള, സന്തോഷമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. നമ്മുടെ സ്വന്തം അപ്പനെയും അമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ദൈവം അത് നമ്മെ പോലെ സ്നേഹിച്ച ഇസ്രായേൽ മക്കളോട് ചെയ്ത കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞ. അവരെ താഴ്ത്തി, അവരെ വിശപ്പിച്ചു. എന്തിനു വേണ്ടി? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നമ്മളെ ഗ്രഹിപ്പിക്കേണ്ടതിന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം ഗ്രഹിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമാണോ? ആണോ? അല്ല. നമുക്കെല്ലാവർക്കും, മക്കളെന്ന് മാത്രമല്ല അപ്പനമ്മമാർക്കും ഭക്ഷണം മാത്രം മതിയോ ഈ ലോകത്ത് ജീവിക്കാൻ? പോരാ. പക്ഷെ മറ്റേ സംഗതി ഗ്രഹിക്കാൻ എന്തു പ്രയാസമുണ്ട്, ഒരല്പം പ്രയാസമുണ്ട്.
പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ സംഗതി തന്നെ നടക്കുമ്പോൾ ഉള്ളൊരു കാര്യം ഞാൻ പറയാം. ജനക്കൂട്ടം വന്ന് മോശയെടുത്ത് വന്ന് പെറുപെറുക്കുമ്പോഴാ പറഞ്ഞത്, മോശ വൈകിട്ട് ഇറച്ചിയും രാവിലെ ബ്രെഡും കൊടുക്കുമെന്ന് പറഞ്ഞേക്കാൻ. മോശ പറഞ്ഞിട്ട് പിന്നെ സംശയിച്ച് ചോദിക്കും, എന്ത് പറഞ്ഞു? ഇത്രയും പേർക്ക് ഇറച്ചി വന്ന് കൊടുക്കും. നിങ്ങൾ വായിച്ചോ, സങ്കീർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കടൽ ജീവിയുടെ മാംസത്തെ ചിറക് വെച്ച് കൊണ്ടുവന്ന് കൊടുത്തു എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട് അവിടെ. എന്ന് പറഞ്ഞാൽ 4 തിമിംഗലത്തിനെ വെട്ടി ദൈവം സംഗതി എത്തിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അന്ന് അവരോട് ഇത് പറഞ്ഞിട്ട് പിറുപിറുത്തോണ്ട് വന്ന ജനമാണ്. അവരന്ന് പോയി കിടന്ന് ഉറങ്ങിയെങ്ങനെ ഈ ഒരു വാഗ്ദത്തം, നാളെ രാവിലെ നിനക്ക് മന്ന തരും. ആ ഒരു രാത്രി ജീവിച്ചത് ഇതുകൊണ്ടാണ്. പിറുപിറുത്തോണ്ട് വന്നവൻ, ഭക്ഷണത്തെ കുറിച്ച് വിചാരത്തോടെ വന്നവൻ, ഭാരപ്പെട്ട് വന്നവൻ ആ ഒരു രാത്രി കഴിച്ചു കൂട്ടിയത് എന്തുകൊണ്ടാണ്? വചനം. അബ്രഹാം ഒരിക്കൽ ചോദിച്ചു, എനിക്ക് എന്തോ കിട്ടും? ഈ ദമ്മേശക്കാരനാ എന്റെ അവകാശി. അല്ല, നിനക്കൊരു പുത്രൻ ഉണ്ടാവും. വർഷങ്ങൾ അതും കൊണ്ട് ജീവിച്ചു. ഈ ഒരൊറ്റ വാക്കുകൊണ്ട് വർഷങ്ങൾ ജീവിച്ചു. എന്നിട്ടും എങ്ങും എത്തുന്നില്ല. ദൈവം നേരിട്ട് വാഗ്ദത്തം പറഞ്ഞപ്പോൾ കെട്ടിയവനും കെട്ടിയോളും ചിരിച്ച് അവസാനം മോന് ജി എന്ന് പേര് വിട്ടു. പക്ഷേ ഇസാക്ക് ജനിക്കുന്നതിന് തലേ വർഷം വീട്ടിലോട്ടൊന്ന് വന്നു, പറഞ്ഞു അടുത്ത വർഷം ഞാൻ വരും. ആ ഒരൊറ്റ വാക്ക് നിർജീവ ശരീരങ്ങളെ കിടപ്പറയിലേക്ക് തിരിച്ചെത്തിച്ചു. ചെറിയ ശക്തിയല്ല അതിനകത്ത് വ്യാപരിച്ചു. പ്രതിസന്ധിയിൽ നിങ്ങൾ ആരെങ്കിലും, നിങ്ങളോ നിങ്ങളുടെ തലമുറയെ തകർന്നു പോകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ആഹാരം അകത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അതിന് നമ്മൾ വിചാരിക്കുന്നതിന്റെ 10 മടങ്ങ് ശക്തിയുള്ളത്. ഒറ്റ വാക്കിൽ പറഞ്ഞെങ്കിലും ചെറിയൊരു സംഗതിയൊന്നുമല്ല അവിടെ നടന്നത് കേട്ടോ. ചെറിയൊരു സംഗതി അല്ല അവിടെ നടന്നത്. നമ്മൾ വിചാരിക്കുന്ന ലളിതമൊന്നുമല്ല. എനിക്കിങ്ങനെ അങ്ങനെ ഒരു സംഗതി ഉണ്ടാകുമെന്ന് സാറായും അബ്രഹാമും ഒരുപോലെ ചിന്തിച്ച വ്യക്തികളാണ്. പക്ഷെ ഒറ്റ വാക്കിനകത്ത് ദൈവത്തിന് സ്വാഗതം. ഭക്ഷണം മാത്രമല്ല നമ്മുടെ ജീവസന്ധാരണത്തിന് ആവശ്യം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ആ തിരിച്ചറിവ് ഉണ്ടാകുന്ന എപ്പോഴാണ്? നമ്മൾ അല്പം പ്രയാസപ്പെട്ടായാലും അതല്ലാത്ത ആഹാരം നമ്മുടെ അകത്തേക്ക് എത്തിക്കാൻ നാം ശ്രമിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാകും ഈ വചനം നിങ്ങൾ ഗ്രഹിച്ചു. ദൈവത്തിന് ഉൽപ്പത്തി 15:3-4 ഞാൻ പറഞ്ഞു പോയ വാക്യം വായിക്കണ്ട. 18:10 വേണമെന്ന് വായിച്ചു. നല്ല ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിൽക്കൽ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. മതി. ഒറ്റയാണ്ട് കഴിയുമ്പോൾ ഒരു വിധത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു പ്രശ്നമാണ് കേട്ടോ. എനിക്ക് എന്ത് പ്രതിഫലം കിട്ടുമെന്നുള്ള ചിന്താഗതി എല്ലാവർക്കും ഉള്ളതാണ്. മത്തായി സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ വായിക്കണ്ട. ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്തോ കിട്ടും? അവിടെയും കൊടുത്തിട്ടുണ്ട് 100 മടങ്ങ്. കുറച്ചൊന്നുമല്ല കേട്ടോ, വിട്ടതിൻ്റെ 100 മടങ്ങ് കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഭയങ്കര ഒരു പ്രോമിസാണ് കേട്ടോ, അസാധാരണമായ പ്രോമിസാണ്. വേറെ ആരുമല്ല, നമ്മുടെ യേശുക്രിസ്തു തന്നെ നേരിട്ട് പറഞ്ഞേക്കുന്നത്. വാഗ്ദത്തങ്ങൾക്ക് ഒരു കുറവുമില്ല. നമുക്കെന്തെങ്കിലും നഷ്ടം വന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ 100 മടങ്ങ് വാഗ്ദത്തം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. ദൈവത്തിന് പുതിയ നിയമത്തിലെ 2 സംഭവങ്ങൾ ഞാൻ ചെറുതെ ഒന്ന് സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും. ദൈവത്തിന് സ്വാഗതം. ദൈവിക സ്വഭാവം നമ്മളുണ്ടായിരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത. നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ കേട്ട് തബീതയെക്കുറിച്ച് വായിക്കുമ്പോൾ അവിടെ വരുമ്പോൾ അവർക്ക് വേണ്ടി മനസ്സോടെ കരയുന്ന ചിലരുണ്ടായിരുന്നു. നമ്മൾ പ്രാർത്ഥനയ്ക്ക് പലരോടും അപേക്ഷിക്കുന്നവരാണ്. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നു എന്ന് കരുതുന്ന നമ്മുടെ സമൂഹത്തിൽ
നമ്മുടെ കൂട്ടുസഹോദരങ്ങളോട് തീർച്ചയായിട്ടും എല്ലാ സമയത്തും പ്രാർത്ഥന അപേക്ഷിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ആ പ്രാർത്ഥനയിൽ അവർ ഹൃദയത്തിൻ്റെ ഒരു ആർദ്രത ഉണ്ടാകുമോ ഇല്ലയോ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ ഹൃദയത്തിൻ്റെ ഒരു ആർദ്രത അതിനകത്തുണ്ടാകുമോ ഇല്ലയോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കും. ശതാധിപൻ തനിക്ക് വേണ്ടി പ്രാപേക്ഷിക്കാൻ ആദ്യ യഹൂദന്മാരെ വിട്ടത്. യഹൂദന്മാർ യേശുവിനോട് എന്ന് പറഞ്ഞത്, അവനതിന് യോഗ്യൻ, അവൻ നമുക്ക് വേണ്ടി ഒരു പള്ളിയും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഒരു പള്ളി നിങ്ങൾ പണിഞ്ഞു കൊടുക്കും? ഒരിക്കലുമില്ല. ഒരു സംഭാവന ചോദിച്ചാൽ പറ്റുമെങ്കിൽ ഒഴിയാൻ നോക്കും. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ ദിവസവും കാണുന്ന നിഗൂഢ നേതാക്കളൊക്കെ വന്ന് വീട്ടിൽ വന്ന് അലമ്പുണ്ടാക്കി ഒരു രസീത് എഴുതി തന്ന വല്ല വിധവും നമ്മൾ അതങ്ങ് കൊടുത്ത് ഒഴിവാക്കി വിടും. ഇത്രയൊക്കെ നമ്മൾ ചെയ്യും. ഇതല്ല, സ്വന്തം മനസ്സോലെ അങ്ങോട്ട് ചെന്ന് ഒരു പള്ളി പണിഞ്ഞു കൊടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നു. നമ്മുടെ ദൈവം നമ്മളെ പഠിപ്പിച്ചത് വാങ്ങാനല്ല, മറിച്ച് കൊടുക്കാനാണ്. കാരണം അവൻ്റെ സ്നേഹം തന്നിട്ടാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. ദൈവത്തിന് സ്വാഗതം. നാം ഇന്ന് ജീവിക്കേണ്ടത് ആഹാരം കൊണ്ട് മാത്രമല്ല. ആഹാരം ചിലപ്പോൾ നിലക്കുന്ന കാലം വരും. നമുക്കറിയാം, ഈ അടുത്ത സമയത്ത് ഈ രാജ്യം തന്നെ പറഞ്ഞ 6 മാസത്തേക്കുള്ള സ്റ്റോക്ക് ഇപ്പം ഇവിടെ ഉണ്ടെന്ന്. ഇതൊക്കെ ചുമ്മാ പറഞ്ഞ ഒറ്റ മാസം കഴിയുമ്പോൾ നമുക്ക് കാണാം ഇവിടെ നെട്ടോട്ടം ഓടുന്നു. 1 മാസം പോലും എത്താൻ സാധ്യതയില്ല. ഞാൻ നേരിട്ട് അനുഭവിക്കുന്നുണ്ടാണ് പറയുന്നത്. പലപ്പോഴും പറഞ്ഞാൽ 4 ദിവസം അവധിയായിട്ട് കസ്റ്റംസിൽ നിന്ന് അവിടെ നിന്ന് ക്ലിയറൻസ് ലഭിച്ചില്ലെങ്കിൽ പച്ചക്കറി വില 4 ഇരട്ടിയാവും. ഇതാണ് അവസ്ഥ. ഇനി പൂഴ്ത്തി വെച്ചാലും അവൻ്റെ ഒരാഴ്ചക്കുള്ളിൽ തിരിക്കാൻ പോകുന്നില്ല. അത് കഴിയുമ്പോൾ എങ്ങോട്ട് പോകും? 6 മാസം സ്റ്റോക്ക് ഉണ്ടെന്ന്. അരിയോ ഗോതമ്പോ കാണുമായിരിക്കും. പഴയ കാലത്തോട്ട് തിരിച്ചു പോകാം. കുബൂസും ചുട്ടു തന്ന് മീനും ചുട്ടു തന്ന് കഴിക്കാം. ഈ കാലമൊന്നും നമ്മുടെ മുമ്പിൽ അന്യമൊന്നും അല്ല കേട്ടോ. ഏത് നിമിഷമാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം. അതെല്ലാവരും ഭയക്കുന്നുണ്ട്. എന്തോ മനുഷ്യന്റെ ഒരു വിവേകം ഇപ്പോഴും ദൈവം പിടിച്ചു നിർത്തിയിരിക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കാലത്തിൽ ദൈവത്തിനുള്ള ഒരു നിയന്ത്രണം കൊണ്ടായിരിക്കാം ഇതിപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്ലാനുകളൊന്നും നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു സൂചന വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 1 വർഷം എടുത്താൽ പ്രധാന IT കമ്പനികളാണ് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അമേരിക്കയിലും അതെ, ഇന്ത്യയിലും അതെ. എല്ലാ വർഷവും നടത്തുന്നതിന്റെ 4-1 പോലും റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടില്ല. ഇനി റിക്രൂട്ട് ചെയ്തത് സാധാരണ ചെയ്യുന്ന ലോ ലെവൽ എംപ്ലോയീസിനെയോ അല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ജോലി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനി അത് വലിയ ക്രൈസിസ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഒരു ചെറിയ ചേഞ്ച് നടന്നുകൊണ്ടിരിക്കും. കാരണം ജോലി ആൾക്കാരെ വേണ്ട സ്ഥലങ്ങൾ വേറെ പല സ്ഥലത്തുണ്ട്. ഇനി ആകെ ഒരു തയ്യാറായ മാത്രം മതി കാര്യം. പക്ഷെ അതിനൊരു വലിയ ഈ മനസ്സിനൊരു വലിയൊരു പ്രശ്നം വരുന്ന സംഗതിയാണ്. കാര്യം ഓസ്ട്രേലിയയിലോട്ട് കൃഷിക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഈ ബാംഗ്ലൂർ IT കമ്പനിക്ക് വോട്ട് വിട്ടുകൊണ്ടിരിക്കുന്ന ആളെ പോകാൻ തയ്യാറാവത്തില്ല. ഈ ഒരു സാങ്കേതിക പ്രശ്നമാണ്. പക്ഷെ ജോലിക്ക് ലോകത്താളിനെ വേണ്ട സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ഇനിയും വരും കാലങ്ങളിൽ ദീർഘനാളുകൾ നിലനിൽക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കണമെന്ന് നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് വോട്ട് വിട്ട് ഒരു സംഗതി പഠിച്ചു തീർന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ആ ജോലി കാണുമെന്നുള്ളതിന് ഒരു ഉറപ്പില്ല. നിങ്ങളെ മാധ്യമങ്ങൾ കാണുന്നെങ്കിൽ അറിയാമായിരിക്കും. യന്ത്രമനുഷ്യനല്ല, യന്ത്രങ്ങൾ ഒരുപാട് ചൈനയിൽ നിന്ന് ഇറങ്ങുന്നു. വളരെ തുച്ഛമായ വിലയുള്ളൂ. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു 2 ഹാൻഡിലൊക്കെയാണ് ഇതുപോലെ ഒരു 2 മടക്കുള്ള ഒരു സംഗതി. ഈ സാധനത്തെ ഇതിന്റെ ഒരു എഡ്ജുണ്ട്, അതിന്റെ ആ ഒരു ഹാൻഡിൽ. ഈ ഹാൻഡിലിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്രെയിൻ ചെയ്യുക. അത് ട്രെയിൻ ചെയ്യിച്ചാൽ അതുപോലെ ഈ സംഗതി ചെയ്തുകൊണ്ടേയിരിക്കും.
എത്ര കോംപ്ലക്സ് റുട്ടീനായാലും. അപ്പോൾ ഒരു പണിക്കാരനായിട്ട് ഇതിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വലിയ പാടൊന്നുമില്ല. റുട്ടീനായിട്ട് നടക്കുന്നു. ഉദാഹരണത്തിന് പാത്രം കഴുകുക, അതുപോലെയൊക്കെയുള്ള ജോലികൾ ചെയ്യിക്കാൻ ഈ സംഗതിയെ കൊണ്ട് എളുപ്പമാണ്. എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇട്ടാൽ പിന്നെ പരാതി ഒന്നുമില്ല, കാഷ്വൽ ലീവ് ഇല്ല, സിക്ക് ലീവ് ഇല്ല, ഒന്നുമില്ല. ഈ സാധനം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ ഇതിലോട്ട് നോക്കണ്ട. നമുക്ക് അത്യാവശ്യം ആഹാരവും വസ്ത്രവും വാഗ്ദത്തം ചെയ്ത ഒരാൾ ഇതിന്റെ മേളിൽ അധികാരിയായിട്ടുണ്ട്. അവന് തുറക്കാൻ കഴിയാത്ത വാതിലില്ല, അവൻ അടയ്ക്കാൻ കഴിയാത്ത വാതിലില്ല. ഈ വാക്കിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവന്റെ പരസ്യം കണ്ടിട്ടല്ല, ഇത് കണ്ട് നമ്മൾ ഭയപ്പെടുന്നവരല്ല, നമ്മൾ വീക്ഷിക്കുന്ന മാത്രമേ ഉള്ളൂ. കാലത്തിന്റെ ഗതിയെ നമ്മൾ വീക്ഷിക്കുന്നു മാത്രമേ ഉള്ളൂ, നമ്മൾ ഭയപ്പെടരുത്. അതിനുവേണ്ടിയല്ല ഈ സംസാരിക്കുന്നത്. നമുക്ക് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രം. ഈ വചനം കൊണ്ട് നമ്മൾ ജീവിക്കും എന്നുള്ളത് നമ്മൾ സ്വയം ഉറപ്പാക്കിയിരിക്കണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ തലമുറകൾക്കും ഇത് തന്നെ കൊടുത്തിരിക്കണം. ആഹാരം മാത്രം കൊടുത്താൽ അവര് പ്രതിസന്ധികളിൽ തളർന്നു പോകും. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഓരോരുത്തരുടെയും ബാല്യകാലത്തിൽ കേരളത്തിൽ നടന്നിരുന്ന ആത്മഹത്യ അല്ല ഇന്ന് നടക്കുന്നത്. അതിന്റെ 10 മടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? പ്രതിസന്ധി വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട്. ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളല്ല ഇന്നുണ്ടായി വരുന്നത്. അതിന്റെ കാരണങ്ങൾ പലതാണ്. ഞാൻ നേരത്തെ തുടങ്ങി വന്ന പല കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവത്തിന് സ്വാഗതം. നമ്മളും നമ്മുടെ തലമുറയും ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനത്താലും ഏത് പ്രതിസന്ധിയും അഭിമുഖീകരിച്ച് ജീവിക്കും എന്നുള്ള ഉറപ്പോട് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കും.